ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ ഫുട്ബോൾ ലോകത്ത് നെയ്മർ ജൂനിയറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ഇപ്പോൾ വലിയ തോതിൽ നടക്കുന്നുണ്ട്. അതായത് അടുത്ത മാസത്തെ സൗഹൃദ മത്സരങ്ങൾക്ക് നെയ്മർ ജൂനിയറെ പരിഗണിക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനം കാർലോ ആഞ്ചലോട്ടി എടുത്തു എന്നാണ് ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നെയ്മർക്ക് മുന്നിലുള്ളത് വേൾഡ് കപ്പാണ്. വേൾഡ് കപ്പിനുള്ള ബ്രസീലിൻ്റെ ടീമിൽ എങ്കിലും ഇടം നേടുക എന്നുള്ളതാണ് നെയ്മറുടെ ലക്ഷ്യം. പക്ഷെ നെയ്മർക്ക് വേണ്ടി ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ കാർലോ ആഞ്ചലോട്ടി ഒരുക്കമല്ല. 100% ഫിറ്റ്നസ് കൈവരിക്കാതെ നെയ്മർ ജൂനിയറെ ടീമിൽ ഉൾപ്പെടുത്തില്ല എന്ന ഒരു തീരുമാനത്തിൽ തന്നെയാണ് കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് റാഫീഞ്ഞ നടത്തിയിട്ടുണ്ട്. അതായത് ബ്രസീലിയൻ ദേശീയ ടീം ഇപ്പോൾ ഒരു നല്ല സമയത്തിലാണ് ഉള്ളത്, നല്ല സമയത്തിലേക്കാണ് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് റാഫീഞ്ഞ പറഞ്ഞിട്ടുള്ളത്. നെയ്മർക്ക് ഫിസിക്കൽ പ്രശ്നങ്ങളാണ് അവിടെ ഏറ്റവും വലിയ ഒരു തടസ്സമായിക്കൊണ്ട് നിലകൊള്ളുന്നത്. 100% ഫിസിക്കൽ ഫിറ്റ്നസ് കൈവരിച്ചാൽ എന്തായാലും ആഞ്ചലോട്ടി അദ്ദേഹത്തെ ടീമിൽ ഉൾപ്പെടുത്തും എന്നാണ് ഇപ്പോൾ റാഫീഞ്ഞ പറഞ്ഞിട്ടുള്ളത്. പുതിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: എൻ്റെ അഭിപ്രായത്തിൽ ഇതാണ് ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ഏറ്റവും മികച്ച സമയം. നെയ്മർ ഫിസിക്കലി ഓക്കെ ആണെങ്കിൽ അദ്ദേഹത്തെ വേൾഡ് കപ്പിന് കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയങ്ങളുമില്ല. അത്രയധികം പൊട്ടൻഷ്യൽ ഉള്ള ഒരു താരമാണ് നെയ്മർ ജൂനിയർ. അദ്ദേഹത്തിൻ്റെ പ്രശ്നം അത് ഫിസിക്കൽ ആയിട്ടുള്ള ഇഷ്യൂ ആണ്. 100% നെയ്മർ ഫിസിക്കൽ ഫിറ്റ്നസ് വീണ്ടെടുക്കണം. അതാണ് അദ്ദേഹം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് റാഫീഞ്ഞ പറഞ്ഞിട്ടുള്ളത്. അതായത് നെയ്മർ ഫിസിക്കൽ ഫിറ്റ്നസ് വീണ്ടെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ മത്സരത്തിൽ നെയ്മർ ജൂനിയർ മുഴുവൻ സമയവും കളിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രകടനം അത്ര നല്ലതായിരുന്നില്ല. എന്നിരുന്നാലും ഇനിയും ഒരുപാട് മത്സരങ്ങൾ നെയ്മർക്ക് മുന്നിലുണ്ട്. പരിക്കുകളൊന്നും പറ്റാതെ നല്ല രൂപത്തിൽ കളിക്കുക എന്നുള്ളതാണ് നെയ്മർ ജൂനിയർ ഇനി ചെയ്യേണ്ട കാര്യം. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.